ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ക്യാൻസലേഷൻസിന് ഉണ്ടായതിനെ കുറിച്ചുള്ളതാണ്. ഒരു ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രീസാണ് വരുന്നത് സിനിമകളായിട്ട്. ആ എൻട്രീസിനെ സെലക്ഷൻ കമ്മിറ്റികൾ വെച്ച് സെലക്ട് ചെയ്ത മൂവികളാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള വെസ്റ്റേൺ മൂവീസും അതുപോലെയുള്ള മൂവീസും സെലക്ട് ചെയ്തും കാണിക്കുന്നു. ഡെലിഗേറ്റ്സ് അവരുടെ ഫീസ് കൊടുത്ത് ഡെലിഗേറ്റ്ഷിപ്പ് എടുക്കുന്നു. അത് കാണാനാണ് ഇവരിവിടെ വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത മൂവികളിൽ ആദ്യത്തെ ഒരു 187 മൂവിയാണ് ഞങ്ങൾ വിസ എക്സെപ്ഷന് വേണ്ടിയിട്ട് INB മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്തത്. അതിൽ ഒരു ആദ്യത്തെ ഒരു 19 എണ്ണമാണ് ഇനി നമുക്ക് കിട്ടാനുള്ളത്. അവസാനമായിട്ട് കിട്ടാനുള്ളത് 19 മൂവിയാണ്. ഇത് വളരെയധികം ബാധിക്കുന്നത് ഷെഡ്യൂളിങ്ങിനെയാണ്. കാണികൾക്ക് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടുമാണ്. പല വിസ എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലിം എന്തൂസിയാസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ടിക്കറ്റും എടുത്ത് വന്നിരിക്കുകയാണ്. ഇത് ക്യാൻസൽ ചെയ്യണത് ഒട്ടും സുഖമുള്ള ഒരു അവസ്ഥയല്ല നമ്മുടേത്. അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ബിക്കോസ് ചില സിനിമകളുടെ കൺഫർമേഷൻ കിട്ടണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന സിനിമകളുടെ അവർ സ്ക്രീനിങ്ങിന് അയക്കുന്ന ഒരു ലിങ്കാണ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ. അത് കഴിഞ്ഞ് അത് തിരിച്ചെടുക്കും. വൺസ് ഇറ്റ് ഈസ് സെലക്റ്റഡ് ദെൻ വി ഇൻഫോം ദം, ദെൻ ദേ നീഡ് ടു ഡു ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് കഴിഞ്ഞ് വന്ന് അത് ഓക്കെ ആവുമ്പോഴേ നമുക്ക് എക്സംഷൻ അയക്കാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം തുടങ്ങിയ ചിത്രങ്ങൾ 187 നിന്ന് 19 എത്തി നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ 7 സിനിമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 9 സിനിമ. അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ്. കാണികളോടൊപ്പം തന്നെ ഞങ്ങൾക്കും വിഷമമുള്ളൊരു കാര്യമാണ്.